നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നെ വിമർശിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, എൻ്റെ പ്രസ്താവനയിലെ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് എന്നോട് തന്നെ നേരിട്ട് അദ്ദേഹം പ്രകടമാക്കി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിലെ വിശദീകരണങ്ങളും അതിലെ എൻ്റെ ശരികളും എനിക്ക് പറഞ്ഞ് സ്ഥാപിക്കുവാനുള്ള അവസരം കിട്ടി എന്നുള്ളതാണ്. ഒരു പരിധി വരെ പലരും ഇങ്ങനെയല്ല ചെയ്യുന്നത്. എൻ്റെ പ്രസ്താവനയിലെ വിയോജിപ്പ് മറ്റാരോടൊക്കെയോ പറഞ്ഞ് എനിക്കൊരു എതിർ വിഭാഗത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നാണ് പലരും പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുഹൃത്തിനെ ഞാൻ എൻ്റെ നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി എന്തായിരുന്നു എൻ്റെ പ്രസ്താവന, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്, അതിൽ എനിക്കുള്ള വിശദീകരണം എന്താണ് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അല്പം നീളം കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമ്മളെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും നമ്മളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റാരുമില്ല എന്നുള്ള ദുഃഖം. ഇതായിരുന്നു എൻ്റെ പ്രസ്താവന. ഇതിനോട് അദ്ദേഹത്തിനുള്ള വിയോജിപ്പ്, താങ്കളെ സ്നേഹിക്കുവാനും താങ്കൾക്ക് സ്നേഹിക്കുവാനും ഒരുപാട് പേര് ചുറ്റുമുള്ളപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മളെ സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോയി കൂടെ എന്ന ചോദ്യം താങ്കൾക്ക് ചോദിക്കാം. എന്നാൽ മാനുഷികമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ 4-5 പേർ നമുക്ക് ചുറ്റും നമുക്ക് സ്നേഹിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും ഇല്ലാത്തവരുടെ ജീവിതം വലിയ വിരസതയാണ്, വലിയ വിരക്തിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തെ ഇതുപോലെ നിസ്സാരവൽക്കരിച്ച് പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി എൻ്റെ വിശദീകരണം കേട്ടോളൂ. നമ്മുടെ ചുറ്റും നമുക്ക് സ്നേഹിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും 4-5 പേർ എന്നുള്ളതല്ല. ഈ ലോകം മുഴുവൻ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ, ഈ ലോകത്തെ മുഴുവൻ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ സുഖവും സുന്ദരവുമായ ജീവിതം തന്നെയാണ്. എന്നാൽ പലപ്പോഴും പലരുടെയും കാര്യങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ ശരികളെ നാം പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന വാശിയോടെ നിൽക്കുന്ന ഒരു വിഭാഗം, അതിനെ തെറ്റാണ് എന്ന് കുറ്റം പറയാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വിഭാഗം, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ഇങ്ങനെ വിമർശന ബുദ്ധിയോടെ മാത്രം നിൽക്കുകയും നമ്മുടെ ശരികളെ കേൾക്കാൻ നിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർ നമ്മളിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ കേൾക്കാതെ, നമ്മുടെ ശരികൾക്ക് ചെവി തരാതെ, നമ്മുടെ വിശദീകരണം കേൾക്കാതെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരെ ഓർത്ത് വേദനിച്ച് നമ്മുടെ ജീവിതം വിരസതയാക്കിയാൽ, നമ്മുടെ ജീവിതത്തോട് നമുക്ക് തന്നെ വിരക്തി തോന്നിയാൽ അതിലെന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്ക് വേണ്ടി ഈ പ്രകൃതി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് കാണുക. നമ്മുടെ മനസാക്ഷിയെ, നമ്മുടെ ശരികളെ ബോധിപ്പിച്ച് മുന്നോട്ട് പോവുക. സൂര്യനും ചന്ദ്രനും ആകാശവും കിളികളും പുഴകളും എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. അതിനെല്ലാം നമുക്ക് കണ്ണ് തുറന്ന് കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തോട് നമുക്ക് തന്നെ വിരക്തി തോന്നാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ എതിർക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ ചില സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നശിപ്പിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് അവിടെ നമ്മളെ നാം സ്നേഹിക്കാൻ ശ്രമിക്കുക, നമ്മുടെ മനസാക്ഷിയോട് നമ്മുടെ ശരികൾ ബോധിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും തെറ്റിദ്ധാരണ കൊണ്ട് അകന്നു നിൽക്കുന്നവർ തിരികെ വരുവാനുള്ള സാധ്യത വളരെ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ നല്ല സുഹൃത്തുക്കളാണോ എന്ന് തിരിച്ചറിയേണ്ടതിലേക്ക് നമ്മുടെ ശരികളെ കേൾക്കുവാൻ അവർ തയ്യാറാകുന്നുണ്ടോ, നമ്മുടെ വാചകങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലും എന്താണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് അവർ വിശദമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.